വിശദമായി നോക്കാം. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ഭാര്യ മാതാവിനും ഭാര്യ പിതാവിനും കുത്തേറ്റിട്ടുണ്ട്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ലഹരിക്കടിമ എന്ന് പോലീസ്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എപ്പോഴായിരുന്നു ഈ സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് ഏകദേശം 6:40 നോമ്പുതുറ സമയത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. യാസിർ ഭാര്യ ഷിബിലയുമായി ഏറെ കാലത്തോളമായി പിണക്കത്തിലായിരുന്നു. തുടർന്ന് ഈ യാസിറിന്റെ വീട്ടിൽ നിന്നും തന്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഷിബില. ഈ നോമ്പുതുറ സമയത്ത് ഷിബിലയും അതുപോലെ തന്നെ മാതാവും പിതാവുമായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടില്. ഈ സമയത്ത് നോമ്പുതുറ സമയത്താണ് യാസിർ വീട്ടിലേക്ക് കയറി വരുന്നതും തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് കളിയിലേക്കാവുകയും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ യാസിറിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഈ കത്തി വെച്ചാണ് ഷിബിലയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. ഷിബിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഷിബില മരിച്ചിരുന്നതായാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ ഒരു ആക്രമണം തടയാൻ ശ്രമിച്ച പിതാവിനും മാതാവിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം മാതാവിനെ താലൂക്ക് ആശുപത്രിയിൽ, താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മാതാവിന്റെ നില, ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലാതെ തുടരുന്നു എന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ യാസിർ ഇതിനു മുൻപും ഷിബിലയെ നിരവധി തവണ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്വർണ്ണാഭരണം എടുത്തുകൊണ്ട് കൊടുവള്ളിയിലെ മറ്റൊരു ബാങ്കിൽ കൊണ്ട് സൂക്ഷിച്ച് അവിടെ നിന്നും പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദൂർത്തടികളെല്ലാം തന്നെയാണ് ഈ കുടുംബ വഴക്കിന് കാരണമെന്നാണ് ഈ ഷിബില പറയുന്നത്. അതോടൊപ്പം തന്നെ ഷിബില നേരത്തെയും താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിയുടെ പകർപ്പിൽ പ്രധാനമായും പറയുന്നത് അത് തന്നെയാണ്. ഈ പ്രതി യാസിർ നിരവധി തവണ ഷിബിലയെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ പണം ആവശ്യപ്പെടുകയും സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ആക്രമിക്കുകയും അതുപോലെ തന്നെ നിരവധി തവണ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യാസിറിന് എല്ലാ കാര്യത്തിനും ഒത്താശ നൽകുകയും കൂട്ടുനിൽക്കുകയും ചെയ്തത് യാസിറിന്റെ പിതാവാണ് എന്നുള്ളൊരു ആരോപണം ഈ പരാതിയിൽ ഈ ഷിബില നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പകർപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പകർപ്പിലും പ്രധാനമായി പറയുന്നതും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഈ ഒരു പരാതിയെ തുടർന്ന് പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു പരാതി അത്ര ഗൗരവമായി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാസിർ ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്നും 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ കാറുമായി കടന്നു കളഞ്ഞതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരശ്ശേരിയിൽ ജനുവരി ആദ്യ ദിവസങ്ങളിൽ ഒരു ഉമ്മയെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും ഇന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിറും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. ഇതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. ഈ യാസിറും അതുപോലെ തന്നെ ആഷിഖും മറ്റു 2 സുഹൃത്തുക്കളും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം. ആഷിഖ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഉമ്മാനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഷിഖ് ഏറെ കാലത്തോളമായി ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് തന്നെയാണ് യാസിറും ഉള്ളത്. അത് തന്നെയാണ് യാസിർ മുൻപും ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളത് ഭാര്യ അടക്കം ഈ ഒരു പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടത്തിലേക്ക് എത്തിയത് തന്നെ മനസ്സിലാക്കാം. കാരണം ഈ ആഷിഖും മുൻപും ഈ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഷിഖ് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നുള്ളതും വളരെ ദുഃഖിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിരാ. ശരി, അഭിന പി ചിറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.